എനിവേസ് നമുക്കാണ് ഓപ്ഷനിൽ വിജയിക്കുന്നത്. ഇപ്പൊ ആരെയാണോ കൂടുതൽ എമൗണ്ടിന് കൂടുതൽ കാർഡിന് ഓപ്ഷൻ വിളിക്കുന്നത് അവരായിരിക്കും. ഇപ്പോ ആരുടെ കയ്യിലാണോ ടർഫ് ഉള്ള അവരായിട്ട് അഗേൻസ്റ്റ് വാറുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ KVക്ക് അഗേൻസ്റ്റ് KV ടർഫ് ആരാണോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ബിറ്റ് ചെയ്യുന്നത് സുധേ വേഴ്സസ് KV ആയിരിക്കും ടർഫ് വാർ ഉണ്ടാവുക. ക്ലിയർ ആണോ? പൈസ കൊടുക്കണം നമ്മള് കാർഡ് വെച്ചാണ് ഓപ്ഷൻ ചെയ്യണം. മനസ്സിലായി? കാർഡ് പോയിന്റ്സ് പിന്നെ വിളിക്കാം. പോടാ കൊണ്ടാ തേജു. ആൾറെഡി ഗൈസ് ഇവരൊക്കെ എന്ത് നമുക്ക് ഓപ്ഷൻ കണ്ടക്ട് ചെയ്യേണ്ട ഓപ്ഷണൽ ഉണ്ട്. സോ ഹി വിൽ ബി കണ്ടിന്യൂയിങ് വിത്ത് ഹിയർ. ഓക്കേ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? സംഭവം ക്ലിയർ അല്ലേ? ഐഡിയ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആയില്ലോടാ. സോ അപ്പൊ ഓപ്ഷൻ ലൈക്ക് ഇപ്പൊ ഒരാൾ ഒരു കാർഡ് എന്ന് പറയുമ്പോ ലൈക്ക് അതിന്റെ മേളിൽ നമ്മൾ വിളിക്കുന്ന 2 കാർഡ് അങ്ങനെയാണോ? വരുന്നുണ്ട് സംസാരിക്കാൻ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരാളിപ്പോ എത്ര കാർഡ് ലോയൽറ്റി പോയിന്റ്സ് വെച്ചിട്ടാണോ കാർഡ് വെച്ചിട്ടാണോ വിളിക്കുന്നത്? മണി ടർഫ് നമ്മൾ അങ്ങ് എടുക്കും. അശ്വൻ മിസ്റ്റർ താങ്ക്സ് കനേഡിയൻ നമ്മുടെ അടുത്ത് എല്ലാവർക്കും സ്നേഹം. ഞാനിപ്പോ എക്സാമ്പിൾ ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് 100 കാർഡ്സ്, അതായത് 100 പോയിന്റ് ഒരു കാർഡിൽ നിന്നാണെന്ന് വിചാരിച്ചോ? ഹലോ, അല്ല അത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല, ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓപ്ഷൻ റിപ്പോർട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ ഓക്കെ. എമ്മന്തൂർ താങ്ക് ഫോർ 20 rupees per chat. താങ്ക് യു. ആൾക്കൊന്നും അറിയത്തില്ല, ചുമ്മാ ആളൊന്നും പറഞ്ഞില്ലടാ. അതാണാ നമുക്ക് ഏത് കളിക്കണം ഫസ്റ്റ്? നമുക്ക് ഏത് കളിക്കണം ആദ്യം? പ്രശ്നമല്ല നിനക്ക്. അവര് വല്ലതും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രശ്നമായല്ലോ. അപ്പൊ ഡ്രസ്സൊക്കെ മാറി വന്നാ എവിടെ? എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഓക്കെ, സോ ഇന്ന് ഇവിടെ ഇപ്പൊ നടത്താൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോസ്റ്റ്ലി ഇപ്പൊ ഓൾറെഡി 5 ഗ്യാങ്ങിന്റെ കയ്യിൽ 5 ടർഫുകളുണ്ട്. ആ ടർഫ് അവർ ഡിഫെൻഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളായിരിക്കും അതിന് അറ്റാക്കിംഗ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഓപ്ഷൻ ഇവിടെ നമ്മൾ നടത്തുന്നത്. ഇതേപോലെ എല്ലാ വീക്കെൻഡിലും അല്ലെങ്കിൽ എല്ലാ വീക്കിലും ഈ ഡേയിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഫോർ അറ്റാക്ക് കോളിംഗ്. നിങ്ങൾക്ക് ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അവർക്ക് ഇത് ടർഫ് കൊടുത്തേക്കുന്നത്? സർ പരന്തുവാസു, താങ്കൾ ഇവിടെ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഇവന്റ് ബേസിസിൽ ടോപ്പ് 5 ടീമുകൾക്കാണ് ടർഫുകൾ നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത് ഓൺ ദ റാങ്ക് ബേസിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനിലോട്ട് കിടക്കാം. ഓപ്ഷൻ എങ്ങനെയാണെന്ന് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതാണ് ജസ്റ്റ് കേൾക്കാല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ലോയാലിറ്റി പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ആക്ടിവിറ്റി ബേസിലായിരിക്കും നിങ്ങൾക്ക് ലോയാലിറ്റി പോയിന്റ് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ഗ്യാങ്ങിലെ ഒരു മെമ്പർ ഈ സിറ്റിയിൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ അയാൾക്ക് 1 ലോയാലിറ്റി പോയിന്റ് കിട്ടുന്നതായിരിക്കും. ആ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ലോയാലിറ്റി പോയിന്റ് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് ആ ലോയാലിറ്റി പോയിന്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. നമുക്കൊക്കെ ഉണ്ട്. ഞാനൊക്കെ എത്ര മണിക്കൂറുണ്ട് സിറ്റിയില്?
സ്ലാഷ് ലോയൽറ്റി പോയിന്റ്. കത്തിയോ? ഇല്ലല്ലോ. ഹലോ. അപ്പൊ നിങ്ങൾക്ക് സ്ലാഷ് ലോയാലിറ്റി പോയിന്റ്സ് അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എത്ര ലോയാലിറ്റി പോയിന്റ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. 100 ലോയാലിറ്റി പോയിന്റ്സ് ആണ് ഒരു ടർഫ് കാർഡ്. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ എല്ലാരും ഇവിടെ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു ടർഫ് കാർഡ് കൊണ്ടിട്ടായിരിക്കും അല്ലേ? അപ്പോ ഇനി നമ്മൾ ഓരോ ടർഫ് ബൈ ടർഫ് വിളിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ എത്ര ലോയാലിറ്റി പോയിന്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും പറയുന്നു, 100 ലോയാലിറ്റി പോയിന്റ് ആണ് ഒരു ടർഫ് കാർഡ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ലോയാലിറ്റി പോയിന്റിന് നിങ്ങൾ കയറ്റി വിളിച്ചു, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് കിട്ടിയില്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ആ ടർഫ് കാർഡുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീക്ക് ബാൻ ആയിരിക്കും ടർഫ് കോളിംഗിൽ നിന്ന്. മനസ്സിലായോ? ഓക്കെ. സോ ബേസിക്കലി എങ്ങനെയാണ് ഒരു ഓപ്ഷൻ നടക്കുന്നത് അത് ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും ഈ ഓപ്ഷൻ നടക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ടർഫ് കാർഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കയറ്റി ബിഡ് ചെയ്യാം. അറ്റ് എ ടൈം ഒരു ടർഫ് കാർഡ് വെച്ചിട്ടാണ് കയറ്റി വിളിക്കുന്നത്. ഇത്ര ക്ലിയർ അല്ലേ? അപ്പൊ പോയിന്റ് ആണോ ബിഡ് ചെയ്യണത് അതോ കാർഡാണോ ബിഡ് ചെയ്യണത്? കാർഡാണ് നമ്മൾ ബിഡ് ചെയ്യാൻ പോകുന്നത്. 100 ലോയൽറ്റി പോയിന്റ് ആണ്. 100 പോയിന്റ്. അതെ, 100 പോയിന്റ് ആണ് ഒരു കാർഡ്. സോ നിങ്ങളുടെ കയ്യിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് ബേസ് ചെയ്ത് മാത്രം ബിഡ് ചെയ്യുക. ഇപ്പൊ ഈ 0.5 ഒക്കെ വരുമ്പോ 1.5 കാർഡെന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ടർഫ് കോളിംഗ് ഒരു കാർഡ് ബൈ കാർഡ് ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. നമുക്കില്ല കാർഡ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷനിലോട്ട് പോയാലോ? വിളിച്ചോട്ടെ. വീണ്ടും പറയുന്നു, എല്ലാ ഗ്യാങ്ങുകൾക്കും ഒരു അറ്റാക്കിംഗ് ആണ് വിളിക്കാൻ പറ്റുക. അതായത് ഒരു അറ്റാക്കിംഗ് ഈ വീക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ വീക്കിൽ വേറെ അറ്റാക്കിംഗ് വിളിക്കാൻ പറ്റില്ല. അത്രയും കൂടെ ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ വിളിക്കാൻ സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ഈസ്റ്റ് 5. ഈസ്റ്റ് 5 നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ടർഫ് ഇപ്പൊ കറന്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് T47 ആണ്. ഗ്യാങ് T47 ആണ് ടർഫ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. സോ സ്റ്റാർട്ടിംഗ് ബിഡ് ഈസ് 1 കാർഡ്. 2 കാർഡ്. 2 കാർഡ്. അത്രയുള്ള അണ്ണൻ ആർക്കാടാ വിളിക്കും? CAD 3 കാർഡ്. നമുക്ക് റാഞ്ച പോരെ? 4 കാർഡ്. പരന്തുവാസു 4 കാർഡ്. അത്രേ ഉള്ളു അണ്ണൻ, അത്രേ ഉള്ളു. സൗണ്ട് പറ. പരന്തുവാസു 4 കാർഡ് ഒരു തരം. 4 കാർഡ് 2 തരം. CAD 5 കാർഡ്. കൊണ്ടോട്ടെ. CAD 5 കാർഡ്. CAD 5 കാർഡ് ഒരു തരം. 2 തരം. CAD 5 കാർഡ് 2 തരം. പരന്തുവാസു 6 കാർഡ്. പരന്തുവാസു 6 കാർഡ്. TVA 6 കാർഡ്. TVA 6 കാർഡ് ഒരു തരം. TVA 6 കാർഡ് 2 തരം. Any more bids? TVA 6 card. East 5 goes to TVA. അത്ര ഉള്ളു, അത്ര ഉള്ളു, അത്ര ഉള്ളു, അത്ര ഉള്ളു. സത്യം നമ്മൾ അങ്ങ് ഉണ്ടാക്കില്ല. കോടീശ്വരനാണ്. TVAക്ക് ഈ കാർഡിന്റെ തരാൻ സാധിച്ചില്ലെങ്കിൽ അത് CADക്ക് ആയിരിക്കും പോകുന്നത്. സെക്കൻഡ് ബിഡ് ചെയ്തവർക്കായിരിക്കും പോകുന്നത് കേട്ടോ. വീണ്ടും ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല, അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് പറയുകയാണ്. സെക്കൻഡ് ടർഫ് ഡേവിസ്. കറന്റ്ലി ഹോൾഡിംഗ് KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് ബിഡ് 1 കാർഡ്. ഇനി സ്റ്റാർട്ടിംഗ് ബിഡ്സ്. സ്റ്റാർട്ടിംഗ് ബിഡ് 1 കാർഡ്. PRX 2 കാർഡ്സ്. PRX 2 കാർഡ്സ്. ഇപ്പൊ വിളിച്ചെടുത്തവർക്ക് വീണ്ടും വിളിക്കാൻ പറ്റുമോ? നമുക്ക് ഇനി TVക്ക് വിളിക്കാൻ പറ്റുമോ? ഇല്ല, ഒരു അറ്റാക്കിംഗ് ഒരു വീക്കിൽ. ഓക്കെ, അല്ല ഇതോടങ്ങ് വാരി എടുത്തന്നെ. PRX 2 കാർഡ്. PRX 2 കാർഡ് ഒരു തരം. YDS 3 കാർഡ്. YDS 3 കാർഡ്. വിളിക്കണോടാ?
YDS 3 card. PRX 4 card. ഇത് ഞാൻ വേണ്ട, ഇത് ഞാൻ തൊടുന്നില്ല. PRX 4 card. PRX 4 card. ഒരു തരം. വിളിക്കണോ? കൊറേ PRX 4 card. വിളിക്കാൻ പറ്റത്തില്ല. രണ്ട് തരം. Any more bits? Final call. PRX 4 card. മൂന്ന് തരം. Davis goes to PRX. We are moving to the third task. Cypress Falls. Currently holding Gang Bellary. Starting bid 1 card. നാളെ അണ്ടർ നോക്കാം. Starting bid 1 card. CAD 2 card. CAD 2 card. CAD 2 card. CAD 2 card. ഒരു തരം. CAD 2 card. രണ്ട് തരം. Any more bids? YDS 3 card. YDS 3 card. മൂന്ന് തരം. YDS 3 card. CAD 4. CAD 4 card. Guys. CAD 4 card. CAD 4 card. ഒരു തരം. CAD 4 card. രണ്ട് തരം. Any more final bids? CAD 4 card. മൂന്ന് തരം. Cypress Falls gold to CAD. എല്ലാവർക്കും ഓൾറെഡി എൻ്റെടാ ടർഫുണ്ട്. ഓക്കെ, ഇപ്പൊ കറന്റ് ഇപ്പം CADക്ക് ഒരു അറ്റാക്കിംഗ് കിട്ടിയത് കൊണ്ട് ഇൻ കേസ് CVക്ക് ആ ഈസ് 5 തരാൻ സാധിച്ചില്ലെങ്കിൽ സെക്കൻഡ് നിന്നത് CAD ആണ്. വേറെ ബിഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇൻ കേസ് അവർക്ക് തരാൻ സാധിച്ചില്ലെങ്കിൽ ആ ഈസ് 5 നള്ളിഫൈഡ് ആവുന്നതായിരിക്കും. ഈ വീക്ക് അറ്റാക്കിംഗ് കാർഡില്ല. കറന്റ് ഹോൾഡിംഗ് SRRA. സ്റ്റാർട്ടിംഗ് ബിഡ് 1 card. MG3 2 card. YDS 3 card. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. ഓൾറെഡി ടർഫ് ഹോൾഡ് ചെയ്യുന്നവർക്ക് അറ്റാക്കിംഗ് വിളിക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര ഡിഫെൻഡിങ് വേണേലും പറ്റും. അറ്റാക്കിംഗ് നിങ്ങൾക്കും വിളിക്കാം. ഇപ്പം ബാക്കിയുള്ള ഗ്യാങ്ങുകൾ, ഇത് ഹോൾഡ് ചെയ്യുന്ന ഗ്യാങ്ങുകൾ PRX ആൻഡ് KV ഇത് വിളിക്കുന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, MG3 4 card. MG3 4 card. 4 card. E47 5 card. 7 5 card. MG3 6 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 card. ഒരു തരം. വേണ്ട. MG3 6 card. രണ്ട് തരം. Any more final bids? MG3 6 card. മൂന്ന് തരം. Temporals goes to MG3. So we are moving to the last of Ransom. Current holding PRX. എടാ ഒരു മയത്തിലൊക്കെ Starting with 1 card. Mass 2 card. Mass 2 card. Mass 2 card. YDS 3 card. YDS 3 card. നമുക്ക് വെയിറ്റ് ചെയ്യാം. YDS 3 card. YDS 3 card. Mass 4 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 card. ഒരു തരം. Mass 4 card. രണ്ട് തരം. Any more final bids? E47 6 card. T47 6 card. T47 6 card. T47 6 card. ഒരു തരം. Mass 7. Mass 7. Mass 7 card. അത്രയുള്ള കുറേ Mass 7 card. ഇത് നമ്മുടെ ഇവിടെ തന്നെ മൊത്തം. Mass 7 card. ഒരു തരം. Mass 7 card. രണ്ട് തരം. Any more final bids? Mass 7 card. മൂന്ന് തരം. Goes to Mass. കുറപ്പേ കിട്ടിയല്ലേ കുറപ്പേ. ഇവിടെ നമ്മൾ ഈ ഓപ്ഷൻ കൺക്ലൂഡ് ചെയ്യാണ്. We'll see you again next week. Okay, thank you for coming. അതേപോലെ ഈ വിളിച്ചവരെല്ലാരും 1 by 1 വന്നിട്ട് കാർഡുകൾ സബ്മിറ്റ് ചെയ്തിട്ട് പോകേണ്ടതാണ്. അണ്ണന്റെ കാർഡുണ്ടാ? പോയിന്റ് ഉള്ളൂ. അണ്ണന്റെ കാർഡുണ്ടാ?
നമുക്ക് അംഗീകരിക്കാം ഒരു 1 by 1 നമ്മൾ കളിച്ചില്ല. ഇവര് ഗണ്ണ് വാങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കള്ളന്മാര്. നിങ്ങളാണ് അടിക്കുന്നേ? ഞങ്ങൾ ഒരു അടിയുണ്ട് ഡിഫൻസ്. നിങ്ങൾ അടിച്ചു തീർക്കെ. ഞങ്ങൾ സ്നേഹിച്ച് തീർക്കാൻ പോകുന്നത്. ഹലോ ഹലോ പറയൂ. നമ്മള് 7 കാർഡിന് വിളിച്ചായിരുന്നു. നമ്മള് എടുത്തു വെച്ചിട്ടില്ല, നമ്മള് എടുത്തോണ്ട് വരാം. എടുത്ത് വെക്കാത്ത എന്താണ്? ഓപ്ഷൻ വരുമ്പോ ഇതെല്ലാം എടുത്ത് വെക്കണം അറിയത്തില്ല. പറഞ്ഞത് വിളിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുകൊടുത്താൽ മതി എന്നാണ്. ഇവിടെ നടക്കാം കുഴപ്പമില്ല, വാങ്ങാൻ പറ്റും. ഒന്ന് ഹോൾഡ് ലീഡറാണോ കോലീഡറാണോ? ഇത് നമ്മള് മൂഞ്ചില്ലല്ലോടാ. കോലീഡറാണോ രണ്ടാമത്തെ കോലീഡറാണോ? ഇല്ല, അവിടെ ഓരോരുത്തരുടെ ലൈനായിട്ട് ഇന്നാ മതി. അവിടെ നമ്മുടെ ആള് നിൽക്കുന്നുണ്ട്. എന്തോ ഫോണിലൊക്കെ എന്തോ മെസ്സേജ് വന്നിട്ട് എന്നെ കൊണ്ടേ തന്നു. സുജിൻ ബ്രോ താങ്ക് വെറുതെ 100 rupees ഗൂഗിൾ പേ. അത്രയുള്ളൂ. ഹലോ, എല്ലാം ഒരേ സുഖം.